Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals that take us higher. Hi, welcome to Nisha's Dreams. ഇന്ന് ഞാൻ ആദ്യമായി ഒരു ഷിപ്പ് ക്രൂയിസിന് പോവുകയാണ്. കൊടേലിയ എന്നും പറഞ്ഞിട്ട് ഒരു ക്രൂയിസാണിത്. വെൽക്കം ടു റൂം ടൂർ ഇൻ എ ഷിപ്പ്. കയറിയ ഉടനെ ഇതാണ് കാണുന്നത്. റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞ് കബോർഡ്, ലോക്കറൊക്കെ ആയിട്ടൊരു ചെറിയ കബോർഡുണ്ട്. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഈ ഷിപ്പ്. വാഷ്റൂം ഇതാണ് കേട്ടോ, ഒരു കുട്ടി വാഷ്റൂം. പണ്ടത്തെ ഹിന്ദി സിനിമയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഇങ്ങനെ ഷിപ്പിലെ വാഷ്റൂം. ഏതൊക്കെയോ സിനിമകൾ ഓർമ്മ വരുന്നുണ്ട്. സൈഡിലൊരു TV ഉണ്ട്, 2 സ്റ്റൂള്. Two hearts running wild. ഈ കൊടേലിയ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഷിപ്പാണ്. പിന്നെ നമുക്ക് കയറി ഒരു 1 അവറിനകം തന്നെ അവർ അനൗൺസ് ചെയ്യും. കോറിഡോറിൽ അല്ലെങ്കിൽ നമ്മുടെ റൂമിലൊക്കെ അനൗൺസ്മെൻറ്റ് വരും, നമ്മൾ ഇന്ന ഡെക്കിൽ ചെല്ലണം. ഞങ്ങൾക്കിപ്പം 6th ഡെക്കിൽ ചെന്നിട്ട് അവർ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേഷനിൽ അസംബിൾ ചെയ്യണം. അവിടെ നിന്നായിരിക്കും നമുക്കിങ്ങനെ എസ്കേപ്പ് ചെയ്യാനോ ഒക്കെ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ മാത്രം ഇന്നതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു അരമണിക്കൂർ നീണ്ട് നമുക്കൊരു ഇതൊക്കെ ക്ലാസ്സൊക്കെ തരും. എന്തെങ്കിലും എമർജൻസി വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പം തരുന്നത് പോലെ തന്നെ ഷിപ്പിൽ കയറുമ്പോഴും അത് സേഫ്റ്റി പ്രിക്കോഷൻസും എല്ലാം അവർ പറഞ്ഞു തരും കേട്ടോ. Let's go. 1, 2, 3, and Moonlight, summer sky, it was the best we ever had. And we'll stay. ഗുഡ് മോർണിംഗ്. ഡേ 2 ഫ്രം അറേബ്യൻ സീ. ശരിക്കും ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുകയാണ്. ഞാനിങ്ങനെ രാവിലെ യൂഷ്വലി എഴുന്നേറ്റ് ഉടനെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാനിങ്ങനെ താങ്ക് യു ഒക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ശരിക്കും എനിക്കൊരു താങ്ക് യു തന്നെ ഒരു നേച്ചറിനോട് പറയാനുണ്ട്. ഈ നല്ലൊരു ജേണിയാണ് കേട്ടോ. ഈ കപ്പലിൻ്റെ നടുക്കുള്ളൊരു യാത്ര നല്ല രസമായിരുന്നു. ഞാനിങ്ങനെ രാത്രിയിൽ യൂഷ്വലി ഞാൻ സ്വപ്നം കാണാറുണ്ട്. എനിക്ക് മിക്ക സ്വപ്നങ്ങളും എനിക്ക് ഓർമ്മയോ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ സ്വപ്നത്തിൽ ഞാനിങ്ങനെ ഈ കടലും ഒക്കെ ഞാനിങ്ങനെ എന്നിട്ട് മുല്ലയോടെ പറയാൻ ചെയ്തു, ഞാൻ കടലിലെ വെളിയിൽ കണ്ട സ്വപ്നത്തിൽ അപ്പുറത്ത് ഇങ്ങനെ കുറേ ഭംഗിയുള്ള ഷിപ്പുകളുണ്ടായിരുന്നു. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ അറ്റത്ത് അത്രയും ഭംഗിയുള്ള ഷിപ്പുകളുണ്ടായിരുന്നില്ല. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആണ്. ഇടയ്ക്ക് ഇങ്ങനെ ആ മോഷൻ നമുക്ക് ഫീൽ ചെയ്യാം. മോഷൻ സിക്നെസ് ഉള്ളവർക്ക് എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അത്രത്തോളം മോഷൻ സിക്നെസ് ഇല്ല. ചില സ്ഥലത്ത് പോകുമ്പം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇന്നലെ രാത്രിയിൽ കുറേ ഫുൾ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഇന്നലെ രാത്രിയിൽ പല സ്ഥലങ്ങളിലും ഞങ്ങളിങ്ങനെ ഓടി നടന്ന ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് ഓരോ ദിവസം റൂമിൽ ഇന്നത്തെ 2 days ആക്ടിവിറ്റീസ്. ഇന്നലെ വൈകുന്നേരം തന്നെ ഇന്നത്തെ ആക്ടിവിറ്റീസ് കിട്ടി. ഇന്നലെ ചെക്ക് ഇൻ ചെയ്തപ്പം ഇന്നലത്തെ ആക്ടിവിറ്റീസ് ഓൾറെഡി വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് വാലന്റൈൻസ് സ്പെഷ്യൽ ആക്ടിവിറ്റീസ് ആയിരുന്നു. ചിലയിടത്ത് വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ പറ്റുന്ന
പറ്റുന്ന സ്ഥലത്ത് ഞാൻ എടുക്കും. പക്ഷേ മിക്ക സ്ഥലത്തും വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. ഒരു വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓരോ തിയേറ്ററിക്കൽ ഡാൻസസ് നല്ല രസമാണ്. ആ ഡാൻസ് ഷോസ്, പിന്നെ കരോക്കെ, മ്യൂസിക് നൈറ്റ്സ്, പാട്ടൊക്കെ നല്ല രസമായിട്ട് പാടുന്നുണ്ട്. പാട്ടിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്, കാരണം ഫുൾ ടൈം വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ എനിക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പോലെ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിൽ ഇന്നും ഉണ്ട്. പക്ഷേ തിയേറ്ററിനകത്ത് ഒരു വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ ഇങ്ങനെ ഒരു DJ നൈറ്റ്, അത് ലേറ്റ് നൈറ്റാണ്, 11 o'clock ആ സമയത്താണ് DJ നൈറ്റ്. പിന്നെ ഫുഡ് അതിഗംഭീരം. ഫുഡ് കഴിച്ച് ഞാൻ മിക്കവാറും തിരിച്ചു ചെല്ലുമ്പോൾ നല്ല ഗുണ്ടായിട്ടായിരിക്കും തിരിച്ചു ചെല്ലുന്നത്. കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്യുന്നതൊക്കെ വെറുതെ. കാരണം ഞാൻ രാത്രി കഴിക്കാറില്ല എന്നൊക്കെ വീമ്പിളക്കി വന്നിട്ട് ഇവിടെ രാത്രി കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല ഫുഡാണ്. ഡെസേർട്ടൊക്കെ ഒത്തിരി സ്പ്രെഡുണ്ട്. അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല കഴിക്കാതിരിക്കാൻ. അതുകൊണ്ട് ഞാൻ ലേശം വെച്ചിട്ട് കഴിക്കുന്നുണ്ട് രാത്രിയിലൊക്കെ. കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്ത് ബാക്കിയൊക്കെ എടുക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാലും ഞാനൊരു 2-3 കിലോ കൂടിയെങ്കിലും തിരിച്ചു വരുമായിരിക്കും. അത് സാരമില്ല. ഉള്ള ദിവസം നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. വെയിറ്റ് കൂടുന്നതിനെ പറ്റി ഫോക്കസ് ചെയ്താൽ ശരിയാവത്തില്ല. ഉള്ളത് എൻജോയ് ചെയ്യണം. ഈ മൊമെൻറ്റിൽ ജീവിക്കുക. അപ്പം ഉള്ളത് എൻജോയ് ചെയ്യുക. ഇത് കണ്ടോ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വിൻഡോയിൽ കൂടെ കാണുന്നത് കടൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പം ലക്ഷദ്വീപ് എത്തുമ്പോൾ നിർത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ലക്ഷദ്വീപ് ലക്ഷ്യമാക്കിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ലക്ഷദ്വീപിലെ അഗാദി ഐലൻഡ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ലക്ഷദ്വീപിലെ അഗാദി ഐലൻഡ്. റൈറ്റ് സൈഡിൽ ആ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് കണ്ടോ, നല്ലൊരു ഗ്രീനിഷ് ടിൻ്റാണ്. നല്ല രസമാണല്ലേ അത് കാണാനായിട്ട്. ഇപ്പുറത്ത് 2 സൈഡിലും ബ്ലൂ കളറും ഐലൻഡിൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രീനിഷ് ടിൻറ്റും. അങ്ങനെയാണ്. ആ കരയ്ക്ക് ചേർന്നുള്ള വെള്ളമാണ്. എല്ലാ ഐലൻഡ് ചേർന്നുള്ള വെള്ളമാണ് ആ ഗ്രീനിഷ് ടിൻറ്റുള്ളത്. അത് മാൽഡീവ്സിലൊക്കെ അങ്ങനെയാണ്. ഐലൻഡിനെ ചേർന്നുള്ള വെള്ളം ആ ഒരു ഗ്രീനിഷ് കളറാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലോസപ്പിൽ കാണാൻ പറ്റുമായിരിക്കണം. അപ്പം ഞങ്ങൾക്ക് നമ്മൾ ഐലൻഡിൽ പെർമിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ളവർക്ക് ഇറങ്ങാം, അല്ലാത്തവർക്ക് ഷിപ്പിൽ തന്നെ സ്റ്റേ ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ. അപ്പം പെർമിറ്റ് ഞങ്ങൾ അങ്ങനെ വാട്ടർ ഇത് ആക്ടിവിറ്റീസിനൊന്നും എടുത്തിട്ടില്ല. അല്ലാതെ നോർമൽ ജസ്റ്റ് ബീച്ചിൽ ലക്ഷദ്വീപ് ഐലൻഡിൽ ഇറങ്ങാനുള്ളതിന് പാക്കേജിന് മാത്രം എടുത്തു. ലക്ഷദ്വീപിലെ നല്ലൊരു ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തി. ലക്ഷദ്വീപ് വ്ളോഗ് ഞാൻ സെപ്പറേറ്റ് ഒരു വ്ളോഗായിട്ട് ഈ ക്രൂയിസ് വ്ളോഗ് കഴിഞ്ഞ് ഞാൻ ഇടാം കേട്ടോ. കാരണം അതൊരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് തന്നെ ചെയ്യണം എന്നുണ്ട്. ഞാനിപ്പം ഡിന്നർ കഴിക്കാനായിട്ട് വന്നേക്കാം. നല്ല അസ്സൽ വിശപ്പുണ്ട്. ഇത് ഈ ഷിപ്പിൻ്റെ ഡെക്ക് 6 ആണ്. മൊത്തം 10 നിലയാണ് കേട്ടോ ഈ ഷിപ്പിനുള്ളത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ 8ാമത്തെ നിലയിലാണ്. റെസ്റ്റോറൻറ്റ്സ് നമുക്കിപ്പം ഫ്രീ ആയിട്ട് നമ്മൾ പേ ചെയ്ത് പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് 3 ഫ്ലോറിലാണ്. 4th, 5th, പിന്നെ 10th ഫ്ലോറിൽ. ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് വെജ് ഫുഡ്, ജെയിൻ ഫുഡൊക്കെയാണ് ഒരു ഫ്ലോറിൽ റെസ്റ്റോറൻറ്റ്. സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. അത് തന്നെ എൻ്റെ അപ്പർ ഫ്ലോറിൽ ആ സെയിം സ്റ്റാർലൈറ്റിൻ്റെ നോൺ വെജ് ഫുഡൊക്കെയാണ്. ഞങ്ങളപ്പം ഉച്ചയ്ക്ക് ജസ്റ്റ് വേഗം പോയപ്പോൾ ആ വെജ് റെസ്റ്റോറൻറ്റിൽ കയറുകയാണ്. വേഗം കഴിച്ചിട്ട് ലക്ഷദ്വീപിലോട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ കയറിയത് സ്റ്റാർലൈറ്റിൻ്റെ തന്നെ നോൺ വെജ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. 10th ഫ്ലോറിൽ എൻ്റെ ഫുഡ് കോർട്ടൊക്കെ അവൈലബിൾ ആണ്. ഫുഡ് കോർട്ടിലും നല്ല ഇത്രയും ഒരു 1800 പേരാണ് ഈ ഷിപ്പിൻ്റെ കൊള്ളുന്ന ആൾക്കാർ. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1800 പേരുണ്ട് ഇതിന്. ചെയർമാൻസ് ക്ലബിലെ പാട്ടൊക്കെ കുറേ നേരം കേട്ടു. കുറേ നേരം എന്ന് പറഞ്ഞാൽ 9:30 to 10:30 പാട്ട് കേട്ട് കഴിഞ്ഞു. ഇനിയും ആ ഫ്ലോറിൽ തന്നെ മാർക്ക് തിയേറ്ററിൽ ഒരു ഷോ ഉണ്ട് കേട്ടോ.
അത് 11 മണിക്കാണ്. എനിക്ക് അസലായിട്ട് ഉറക്കം വരുന്നുണ്ട്, കാരണം എൻ്റെ മെഡിസിൻസൊക്കെ നേരത്തെ തന്നെ കഴിച്ച് നല്ല ഉറക്കം വരുന്ന മരുന്നുകളൊക്കെ ഉണ്ട്. അത് കഴിച്ചത് കാരണം എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. എന്നാലും രശ്മിക്കൊക്കെ ഈ ഷോ കാണണമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ആ ഷോയ്ക്കകത്തോട്ട് കയറുകയാണ്. ഉറക്കം വരുമ്പോൾ ഞാൻ പോയി ഉറങ്ങും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രാവശ്യമല്ലേ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മാർക്ക് തിയേറ്റർ. ഞാനൊരു പഞ്ചാബി ഡാൻസ് ഇന്നലെ ഡേ 1 ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അതും ഈ മാർക്ക് തിയേറ്ററിലായിരുന്നു. അവിടെ വീഡിയോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ ഇന്നും മിക്കവാറും വീഡിയോഗ്രാഫി അലൗഡ് ആയിരിക്കത്തില്ല. മുകളിലിരിക്കണോ താഴെ ഇരിക്കണോ? ഫ്രണ്ടിൽ പോയി ഇരിക്കുക സ്റ്റേജിൻ്റെ. ഇതാണ് മാർക്ക് തിയേറ്റർ. ഷോ തുടങ്ങുന്ന മുമ്പേ ആയതുകൊണ്ട് തിയേറ്ററിൻ്റെ അകമൊക്കെ കാണിക്കാൻ പറ്റി. നമുക്ക് ഫ്രണ്ടിൽ പോയി ഇരിക്കാം. ഫ്രണ്ടിലിരിക്കാമല്ലോ. അതുകൊണ്ട് നല്ല വിശാലമായൊരു സ്ഥലമാണ് കേട്ടോ. ഇന്നലെ ഇവിടെ ഇരുന്നാണ് പഞ്ചാബി ഒരു ഡ്രാമ പോലത്തെ ഒരു സംഭവം, ഡാൻസ് ഡ്രാമയായിരുന്നു, നല്ല രസമായിരുന്നു. ഇന്നലെ ഞങ്ങൾ ഈ ഭാഗത്തായിട്ടാണ് ഇരുന്നത്. ഫുൾ നല്ല രസമുള്ളൊരു തിയേറ്ററാണ്. അതാണ് സ്റ്റേജ്. അതുകൊണ്ട് ഇങ്ങനെ വലിയൊരു സംഭവമാണ് കേട്ടോ. ഇതാണ് ഫുൾ സ്ഥലം. ഹായ്, വെൽക്കം ടു ഡേ 3 ഫ്രം അറേബ്യൻ സീ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുക കേട്ടോ. മുകളിൽ ഞാൻ പറഞ്ഞ പോലെ ജെയിൻ ഫുഡ് കിട്ടുന്ന സ്റ്റാർലൈറ്റ് റെസ്റ്റോറൻ്റാണ്. ഇവിടെ എല്ലാവരും ജെയിൻ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ താഴത്തെ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ താഴത്തെ റെസ്റ്റോറൻറ്റ് ഇവിടെ മുകളിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു താഴെ ഇവിടെ മുകളിലത്തെ വ്യൂ നല്ല രസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഡേ 3 സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ആ റെസ്റ്റോറൻറ്റ് ഫുൾ വ്യൂ. ഇത് ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഫുൾ വ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഒരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ റൗണ്ടായിട്ട് ആ സൈഡിൽ ഇരിക്കുന്നവർക്കൊക്കെ കടൽ കണ്ടുകൊണ്ട് കഴിക്കാം. നടുക്കാണ് ഫുഡൊക്കെ വെച്ചേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. നല്ല ക്രൗഡുണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ക്രൗഡാണ് കൂടുതലും. മലയാളികൾ വളരെ കുറവാണ്. കുറച്ചൊരു 20% മലയാളി അല്ലെ ഒരു ഞാൻ പറയുന്നത് കേട്ടിട്ട് സൈഡിൽ നിന്ന് ഒരു ചേട്ടൻ കുറേ പേരുണ്ടെന്ന് പറയുന്ന ഒരു 20% മലയാളികൾ ഉണ്ട്. ബാക്കി തമിഴർ, തെലുങ്കർ അങ്ങനെയാണ് കേട്ടോ. ഇവിടുത്തെ സ്പായിൽ നിന്ന് 1 മണിക്കൂർ ഉള്ള ഒരു റിലാക്സിങ് ഫുൾ ബോഡി മസാജ് ചെയ്ത് എൻ്റെ ശരീരത്തെ എല്ലാ ഭാഗത്തും നല്ല അസല് വേദനയായിരുന്നു. അപ്പോൾ അവർ മസാജ് ചെയ്തപ്പോൾ പറഞ്ഞത് ഓരോ ഭാഗത്ത് നല്ല നോട്ട്സ് ഉണ്ടെങ്കിൽ, നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട കിടക്കത്തില്ലേ, ഈ ഭാഗത്ത് കാലിൻ്റെ ഭാഗത്ത് ഒക്കെ കുറേ ഇങ്ങനെ സ്ട്രെസ് നോട്ട്സ് ആണ്. അപ്പോൾ നല്ലതായിട്ട് അറിയാവുന്ന മണിപ്പൂരി എന്നുള്ള ലേഡീസാണ്, നന്നായിട്ട് അറിയാം അവർക്ക് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ നാട്ടിൽ പല ആയുർവേദ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തിരുമിയിട്ടുണ്ട്. അപ്പം അവരെക്കാട്ടിലും ഞാൻ പറയുന്നില്ല, സോറി ക്ഷമിക്കുക, ഒരു നാക്ക് പിഴവാണ്. അവരെക്കാട്ടിലും നല്ല, പക്ഷെ അവരങ്ങനെ അറിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഈ ഭാഗത്ത് എൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഒക്കെ ഇങ്ങനെ അതൊക്കെ സ്ട്രെസ് കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ മൈൻഡ് സ്ട്രെസ്സ്, അതൊന്നും എൻ്റെ നാട്ടിലുള്ള തിരുമ സ്ഥലങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നിയതാണോന്ന് അറിഞ്ഞൂടെ. ഈ ഭാഗത്തെ വേദന ഇതൊക്കെ പിടിക്കുമ്പോൾ എനിക്ക് നല്ല വേദന ഫീൽ ചെയ്ത്. അപ്പം ഇതൊക്കെ മൈൻഡ് സ്ട്രെസ് കൊണ്ട് വരുന്നതാണെന്നാണ് പറഞ്ഞു ഇവിടുത്തെ വേദന. പിന്നെ കഴുത്തിലെ പല ഭാഗത്തെയും നോട്ട്സൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഒക്കെ കൊണ്ട് വരുന്നതാണ് കഴുത്തിലെ നോട്ട്സ്. അപ്പം അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ സ്പാ ചെയ്തുകൊണ്ട് ഇത് കാണുന്നവർക്ക് പ്രത്യേകിച്ച് എന്ത് ഗുണം, അതുകൊണ്ട് എനിക്കതൊന്ന് പറയണമെന്നുള്ളതാണ്. പിന്നെ കാലിലെ നോട്ട്സൊക്കെ അത് നമ്മുടെ സ്ട്രെസ് നോട്ട്സ് അല്ലെങ്കിൽ ഇരിക്കുന്ന പോസ്റ്റർ കൊണ്ട് വരുന്നതാണ് കാലിലെ നോട്ട്സൊക്കെ. എനിക്ക് കാലിലും പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഉണ്ടകെട്ടി വരുന്നില്ല, അതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. നോട്ട്സ് അല്ല വേദന, ഇവിടെ നോട്ട്സ് വരത്തില്ല, വേദന. ഇപ്പം ഡേ 3 നൈറ്റാണ്. ഞങ്ങളൊരു ജസ്റ്റ് ഒരു ഡാൻസ് ഷോ കണ്ടിട്ട് ഇങ്ങനെ താഴോട്ട് ലിഫ്റ്റിൽ 10th ഫ്ലോറിൽ നിന്ന് 5th ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ലിഫ്റ്റിൽ വെച്ചിട്ട് ഒരു ആൻറ്റി, കുറച്ച് പ്രായമുള്ള ആൻറ്റി എന്നോട് ചോദിച്ചു, നിഷയല്ലേ, ഞാൻ സ്ഥിരം വീഡിയോസൊക്കെ കാണുന്ന സബ്സ്ക്രൈബറാണ്, ഞങ്ങൾ ബോംബെയിൽ നിന്ന് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ക്രൂയിസിനകത്ത് വെച്ചിട്ടും ഒരു സബ്സ്ക്രൈബർ നമ്മളെ കണ്ടിട്ട് തിരിച്ചറിയാം. ബോംബെ സെറ്റിൽഡായിട്ടുള്ളൊരു ആൻറ്റിയാണ് സീത എന്ന് പറഞ്ഞിട്ട്. ആൻറ്റിൻ്റെ സണ്ണിൻലോയുടെ മദറിൻ്റെ കൂടെ വന്നാണ്. അപ്പം വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഇന്നലെ പോയ മാർക്ക് തിയേറ്ററിൽ അവിടെ എന്തോ ഡാൻസ് ഷോ ഉണ്ട്. ഇന്നലത്തെ രാത്രിയിൽ
കണ്ട ഡാൻസ് ഷോ ഇല്ല, രാത്രിയിൽ ഞാൻ 11 മണിക്ക് കയറാൻ പോകാമെന്ന് പറഞ്ഞില്ലേ ഡേ 2-ൽ. സൂപ്പറാണ്. അതൊരു സൗത്ത് ഇന്ത്യൻ ഡാൻസ് ഷോ ആയിരുന്നു. നല്ല രസമായിരുന്നു. മലയാളം സ്റ്റാർസിൻ്റെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മാത്രം, ബാക്കി സൗത്ത് ഇന്ത്യൻ സ്റ്റാർസിൻ്റെ കുറേ പേരുടെ ഇങ്ങനെ ഡാൻസ് കമ്പൈൻ ചെയ്ത്. രശ്മി വന്നോ? രശ്മി വാ വാ. സൗത്ത് ഇന്ത്യൻ സ്റ്റാർസിൻ്റെ കുറേ ഇങ്ങനെ തെലുങ്ക്, തമിഴ്, കന്നഡ ഒക്കെ. അപ്പോൾ മെയിനായിട്ടും ബാക്കി തെലുങ്ക്, തമിഴ്, കന്നഡ ആക്ടേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരുടെ പാട്ടിലേക്ക് സീൻസ് ഇങ്ങനെ കാണിച്ചിട്ട് അവരുടെ ഗെറ്റപ്പിൽ വന്ന് നല്ല രസമുള്ള ഒരു ഷോ ആയിരുന്നു. സൂപ്പർ ഷോ ആയിരുന്നു. മലയാളത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും മാത്രമേ കാണിച്ചുള്ളൂ. തമിഴിലെയും കുറേ പേരെ കാണിച്ചു. കമലഹാസൻ, വിജയ്, പ്രഭുദേവ. ഭയങ്കര രസമായിട്ട് ഒരു എക്സലൻറ്റ് ഡാൻസ് ഷോ ആയിരുന്നു ഇന്നലെ രാത്രിയിലത്തെ. അപ്പം 3 ദിവസത്തെ നല്ലൊരു ഷിപ്പ് ക്രൂയിസ് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് രാവിലെ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഇന്നലത്തെ രാത്രിയിലത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ഡാൻസ് ഷോ ഉണ്ടായിരുന്നു. അത് ഇന്ത്യൻ സിനിമ ഇതിനെ പറ്റിയായിരുന്നു കേട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ തിയേറ്ററിക്കൽ ഷോ ഒക്കെ. ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ ഇന്ത്യൻ ക്രൂയിസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഹിന്ദി സോങ്സ്, ഹിന്ദി ഫിലിം സോങ്സ് ഒക്കെയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരും ഇരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ എക്സ്പീരിയൻസ്? നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ആദ്യമായിട്ടാണ് കടലിലെ യാത്ര. പിന്നെന്താ പറയാ, ബാക്കി ഇരേട്ടൻ പറഞ്ഞു. ഗിരിച്ചേട്ടൻ എന്താണ് എക്സ്പീരിയൻസ്? കടലിൽ താമസിച്ചിട്ട് എന്ത് തോന്നി? കടലിൽ താമസിച്ചിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന പോലെ തന്നെ തോന്നി. നമുക്ക് ഇതിനകത്ത് ഒരു കടലാ ഷിപ്പാന്ന് പോലും തോന്നത്തില്ല അല്ലേ? പക്ഷെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാം. കാര്യം ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 1 ടൈം എക്സ്പീരിയൻസ് നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം വരാൻ തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. സെയിം റൂട്ടിൽ ആവരുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറൊരു റൂട്ട് ട്രൈ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഷിപ്പിൽ ഒന്നുകൂടെ ട്രാവൽ ചെയ്യണം. പറയുമ്പോഴത്തേക്ക് ഗിരി രശ്മിയുടെ മുഖത്തോട്ട് വന്നു. അതെ അതെ, അയ്യോ ഇനിയും കൊണ്ടുവരണമല്ലോ എന്നൊരു തോന്നല്. എന്നാലും എവിടെയെങ്കിലുമൊക്കെ ഷിപ്പിൽ പോവാൻ പറ്റുകയാണെങ്കിൽ പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ശരിക്കും നമ്മള് ഇനി അടുത്ത സെഷനില്ല, നമ്മളിപ്പോ പോകുന്ന 2 ദിവസം മുംബൈ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് മുംബൈ വ്ളോഗിൽ കാണാം.